വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ടോണിക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഞങ്ങളുടെ വീട്ടിൽ സാധനമുണ്ടേ. ഇവർ ഈ ചെടികളുടെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്കൊരു അലർജി വരില്ലേ? ആ അലർജി മാറാനും, ബാക്ടീരിയൽ, ഫംഗൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും, എന്തെങ്കിലും മുറിവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹീലാവാനും, ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും, ലൂസ് മോഷൻ, കോൺസ്റ്റിപ്പേഷൻ, വോമിറ്റിംഗ്, പിന്നെന്താ വെയിറ്റ് ലോസ്, അങ്ങനെ വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരേ ഒരു പരിഹാരമാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ പ്യുവർ ഹണിയാണ്, തേൻ. സോ തേൻ നിങ്ങൾ റെഗുലറായിട്ട് ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാജിക് തന്നെ ഇവരുടെ ബോഡിയിൽ സംഭവിക്കും. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്ത് ടോണിക്കാണ് ഈ തേൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പറഞ്ഞതും കേട്ട് നിങ്ങൾ ചാടിപ്പോയി ഏതെങ്കിലും ബ്രാൻഡിൻ്റെ തേനൊന്നും പോയി വാങ്ങിക്കല്ലേ. നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല പ്യുവർ ഏതാണെന്ന്. എല്ലാം പ്യുവർ ഹണി ആണെന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. പക്ഷേ അത് പ്യുവർ ആവണമെന്നില്ല. സോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല നാടൻ തേനുകൾ ഉണ്ടാവില്ലേ, കാട്ടുതേനൊക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് മേടിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഇവർക്ക് കൊടുക്കുമ്പോൾ പ്യുവർ ആയിട്ടുള്ള ഹണി വേണം. ചില തേൻ എന്നൊക്കെ പറയുന്നതിൽ ചിലപ്പോൾ ഷുഗർ അവർ ആഡ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഇവർക്ക് കൊടുക്കാനായിട്ട് പാടില്ല. സോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് കുറേ ഡൗട്ടുകൾ വന്നിട്ടുണ്ടാവും. ഇന്നാളല്ലായിരുന്നോ ചേച്ചി പറഞ്ഞത് മധുരം ഇവർക്ക് കൊടുക്കരുത്, മധുരം കൊടുത്താൽ ഭയങ്കര പ്രശ്നമാണെന്ന്? അപ്പോൾ തേനിൽ മധുരമല്ലേ ഉള്ളത്? ഇതല്ലേ നിങ്ങളുടെ ആദ്യത്തെ ഡൗട്ട്? അത് ക്ലിയർ ചെയ്യാം. അതായത് നമ്മൾ ഈ പറയുന്ന മധുരം എന്ന് പറയുന്ന പഞ്ചസാരയും ഈ തേൻ എന്ന് പറയുന്നതും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തേൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഷുഗറാണ്, നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ ഇൻസുലിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. സോ തേൻ ഇവർക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ പഞ്ചസാരയാണ് ഭീകരൻ. പക്ഷേ തേൻ എന്ന് പറയുന്നത് സമയമെടുത്തിട്ടാണ് ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ ബ്ലഡും ഒക്കെ ആയിട്ട് ഇത് ലയിക്കാൻ തന്നെ കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് തേൻ കൊടുക്കുന്നത് സേഫാണ്. പക്ഷേ പഞ്ചസാര നമ്മൾ ഒരു കാരണവശാലും കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ തേനെങ്കിലും ഇവർക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയിട്ടുള്ള വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ഇവർക്ക് ഇടയ്ക്ക് കനൽ കഫ് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരാറുണ്ട്. നമുക്ക് മാത്രമല്ല ഇവർക്കും വരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ ത്രോട്ടിനെ ഒന്ന് സൂത്തൻ ചെയ്യാനും ഒരു നല്ലൊരു റിലീഫ് കിട്ടാനും നമ്മൾ ഡെയിലി തേൻ കൊടുത്താൽ മതി. അപ്പോൾ ഈ കനൽ കഫ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കോളും. സോ ഇനി നിങ്ങളുടെ ഡൗട്ട് എനിക്ക് തോന്നുന്നു വെയിറ്റ് ലോസിനെ എങ്ങനെ തേൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ചെടികൾക്കിടയിലൊക്കെ പോയിട്ടുണ്ടാവുന്ന അലർജി, അതായത് പോളൻ അലർജി, ഇത് മാറാനായിട്ട് തേൻ എങ്ങനെയാണ് സഹായിക്കുന്നത്, അതല്ലേ? അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.